പത്തനംതിട്ട നിരണം പഞ്ചായത്ത് കിഴക്കുമുറി വാർഡ് UDF പിടിച്ചെടുത്തിരിക്കുകയാണ്. 211 വോട്ടുകൾക്ക് റെജി കണിയന്ത്ര വിജയിച്ചിട്ടുണ്ട്. കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ കൊല്ലം പടിഞ്ഞാറേ കല്ലട 5-ാം വാർഡ് LDF പിടിച്ചെടുത്തു. LDF സ്ഥാനാർത്ഥിയായ സിന്ധു കോയിപ്പുറം 92 വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വെള്ളറടയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വെള്ളറട പഞ്ചായത്തിലെ കരിക്കാൻകോട് വാർഡ് BJP നിലനിർത്തിയിരിക്കുകയാണ്. 130 വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്തിൽ UDFന് ജയിക്കാൻ കഴിഞ്ഞു. 4-ാം വാർഡ് കോഴിയോട് LDFിൽ നിന്ന് UDF പിടിച്ചെടുക്കുകയാണ്. 28 വോട്ടിന് UDFിന്റെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അലി തേക്കത്താണ് വിജയിച്ചത്. ഇതോടെ UDF സീറ്റ് നില ഈ പഞ്ചായത്തിൽ 8ആയി ഉയരും. LDFന് തച്ചമ്പാറ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടും എന്നതാണ് അവിടുത്തെ പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് വെസ്റ്റ് 18-ാം വാർഡ് UDF നിലനിർത്തിയിരിക്കുന്നു. പത്തനംതിട്ട ആരോപ്പുലം പഞ്ചായത്ത് പുളിഞ്ചാണി വാർഡ് LDF നിലനിർത്തി. മിനി രാജീവാണ് ഇവിടെ വിജയിച്ചത്. ആലപ്പുഴയിൽ 2 ഇടത്താണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പത്തിയൂർ 12-ാം വാർഡിൽ UDF വിജയിച്ചിരിക്കുകയാണ്. ദീപക് എരുവയാണ് വിജയം. CPMന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അല്ലേ, 99 വോട്ടിന് വിജയമായിരുന്നു. അതോടൊപ്പം തന്നെ പത്തിയൂരിൽ CPM വിട്ട് BJPയിലേക്ക് വന്ന ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ബിബിൻ C ബാബുവിന്റെ നാട് കൂടിയാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെ, അവിടെ ബിബിനും CPM തമ്മിലൊരു അഭിമാന പോരാട്ടം എന്ന നിലയ്ക്കാണ് കണ്ടത്. പക്ഷേ CPM സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്ന അവസ്ഥയുണ്ട് അല്ലേ. അതെ, അതിരമ്പുഴ കോട്ടയം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് പിടിച്ചെടുത്തിരിക്കുകയാണ്. 216 വോട്ടിനാണ് ജയിച്ചത്. അങ്ങനെ ഓരോരോ വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണല്ലേ. ഹരി ഉണ്ട് വിവരങ്ങളായി. ഹരി, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1-2 ഒക്കെ വീതം നടക്കുന്ന പല പഞ്ചായത്തിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഭരണമാറ്റത്തിലേക്കുള്ള ഒരു വഴിയാണ്. ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ എങ്കിൽ പോലും ലഹരി. അതെ, ഉറപ്പായിട്ടും ആ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ 31 ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 11 ഫലമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിൽ UDF 6 വിജയിച്ചിട്ടുണ്ട്. LDF 3 BJP 2 BJP ജയിച്ചത് തിരുവനന്തപുരത്ത് വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ BJP ജയിച്ചിട്ടുണ്ട്. കരിക്കാമൻകോട് വാർഡാണ്. അവിടെ നിലവിൽ BJP തന്നെയാണ് അവിടെ വിജയിച്ച് നിന്ന സ്ഥാനാർത്ഥി. അവിടെ നേരത്തെ നിലവിലുണ്ടായിരുന്ന വാർഡിലെ മെമ്പർ അധ്യാപികയായി ജോലി കിട്ടിപ്പോയപ്പോൾ രാജിവെച്ചു. ആ ഒഴിവിലാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ സമയത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അഖില മനോജ് BJPയുടെ സ്ഥാനാർത്ഥിയാണ്. 130 വോട്ടുകൾക്ക് അഖില മനോജ് വിജയിച്ചിട്ടുണ്ട്. പരാജയപ്പെടുത്തിയത് UDFിൻ്റെ R ഷെർലി, LDFിൻ്റെ ഷീബ. ഇത് വനിതാ സംവരണ വാർഡാണ്. അപ്പോൾ ഇവരെയാണ് പരാജയപ്പെടുത്തി ഇപ്പോൾ BJP വിജയിച്ചിരിക്കുന്നത്. 619 വോട്ടാണ് വാർഡിൽ BJP സ്വന്തമായിരിക്കുന്നത്. LDFിൻ്റെ സ്ഥാനാർത്ഥി 489 വോട്ടുകൾ നേടിയപ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് 335 വോട്ടുകളെ നേടാൻ സാധിച്ചുള്ളൂ. പക്ഷേ ഇത് ഭരണമാറ്റത്തിന് വഴിവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല വെള്ളറടയിൽ നടന്നത്. കാരണം നിലവിലെപ്പോൾ അവിടെ ഭരണമാറ്റം ഉണ്ടാകുന്നില്ല. ഇതാണ് തിരുവനന്തപുരത്ത് ഒരു ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് നടന്നിട്ടുണ്ട്. ഇനി കൊല്ലത്ത് 6 ഗ്രാമപഞ്ചായത്ത് വെസ്റ്റ് കല്ലട, കുന്നത്തൂർ, ഏരൂർ, തേവലക്കരയിൽ 2 വാർഡുണ്ട്, ചടയമംഗലം. അങ്ങനെ 6 ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലം ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരിടത്ത് LDFിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് UDF സീറ്റ്. അങ്ങനെ ഫലങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലയിടത്തും ഭരണമാറ്റത്തിന് സാധ്യതയുണ്ട്. ശരി. എന്തായാലും ആകെ 31 ഇടങ്ങളിലാണ്. അത് 11 ഇടങ്ങളിലെ ഫലം വന്നിരിക്കുന്നു. 6 UDF വിജയിച്ചിരിക്കുന്നു, 3 LDF, 2 BJP എന്നിങ്ങനെയാണ് ഇതുവരെയുള്ള വിജയ കണക്ക്. ബാക്കി പഞ്ചായത്തുകളിലെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. നിലവിൽ UDFന് അല്പം ആശ്വാസകരമാകുന്ന അനുകൂലമാകുന്ന ഫലമാണ് വന്നിരിക്കുന്നത്.